സഞ്ജു സാംസൺ ഇന്ത്യയെ രക്ഷപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ടോ എന്താ ഇന്ത്യയുടെ രക്ഷകൻ എന്നൊക്കെ പറഞ്ഞ് കിടന്ന് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലേക്ക് കുറെ പോസ്റ്റൊക്കെ ഉണ്ട്. ആരാ ഈ സഞ്ജു സാംസൺ? സഞ്ജു സാംസൺ ആണോ ഇന്ത്യയുടെ ദാരിദ്ര്യം മൊത്തം ഇല്ലാണ്ടാക്കിയതോ, നിർമ്മാർജ്ജനം ചെയ്തവനോ? ഗംഗാജലം ചിലപ്പോ പ്യൂരിഫൈ ചെയ്ത് കാണും, അത് പൊല്യൂഷൻ ടോട്ടലി ഇല്ലാണ്ടാക്കി. ജനസംഖ്യ കുറച്ചോ? മുട്ടുകുത്തിന്ന് കുരിശു വരച്ചു. അതാണോ ക്രിക്കറ്റ് കളിച്ച്? അപ്പൊ ഇവിടുത്തെ ക്രിസംഖ്യകൾക്ക് അത് ഇഷ്ടമായി, ക്രിസംഖ്യകൾക്ക് ഇഷ്ടമായ സംഖ്യകൾക്ക് ഇഷ്ടവും. അങ്ങനെയല്ല, ഇവരെല്ലാരും കൂടി പൊക്കിയടിയും. മോനെ ചെകുത്താൻ എന്നു പേരുള്ള മോനെ, നിനക്ക് ക്രിക്കറ്റ് കളി എന്താണെന്ന് അറിഞ്ഞുകൂടാങ്കിൽ നീ മിണ്ടാതിരിക്കുക. 140 കോടി പരം വരുന്ന ജനങ്ങളുള്ള ഇന്ത്യ മഹാരാജ്യത്ത് ക്രിക്കറ്റ് കളി ഇഷ്ടമല്ലാത്തവരുണ്ടെങ്കിൽ സ്വാഭാവികം. അത് നിനക്ക് താല്പര്യമില്ലെങ്കിൽ നീ അതിനെക്കുറിച്ച് മിണ്ടാതിരിക്കുക. സഞ്ജു സാംസൺ ചെയ്തത് എന്താണ് രാജ്യത്തിൻ്റെ പോരാളി എന്ന് ചോദിച്ചാൽ, ക്രിക്കറ്റ് കളിയെ വെച്ച് നോക്കുമ്പോൾ ക്രിക്കറ്റ് കളിയിൽ അദ്ദേഹം കാഴ്ചവെച്ച പ്രകടനം പോരാട്ടം തന്നെയാണ്. അത് ആ കളിയെ സംബന്ധിച്ച് ഒരു യുദ്ധം വരുമ്പോൾ പട്ടാളക്കാരൻ യുദ്ധമുഖത്ത് നടത്തുന്നത് അത് അത്തരത്തിലുള്ള പോരാട്ടം എന്ന് പറയുന്നത് പോലെ, ഇന്ത്യക്ക് വേണ്ടി ഏത് മേഖലയിലാണോ ഏതൊരു വ്യക്തിയാണോ റെപ്രസെൻറ്റേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്, ആ മേഖലയിൽ അദ്ദേഹം ഭരിക്കുന്ന ഓരോ വിജയവും അല്ലെങ്കിൽ അദ്ദേഹം നേടുന്ന ഓരോ നേട്ടവും അത് ഇന്ത്യക്ക് വേണ്ടി നേടുന്ന നേട്ടമാണ്. അവരെ നമ്മൾ പോരാളികളെന്നാണ് വിളിക്കുന്നത്. അല്ലാതെ നീ ക്രിക്കറ്റ് കളി കാണാത്തത് കൊണ്ട് സഞ്ജു സാംസൺ ആരാ എന്താണെന്നൊക്കെ ചോദിച്ചാലേ, ക്രിക്കറ്റ് കളി ഇഷ്ടപ്പെടുന്ന കോടാനുകൂടി വരുന്ന ജനങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ സാധിക്കത്തില്ല. ലോകം മൊത്തം ഇന്ന് ഒരു മലയാളിയുടെ പേരാണ് പറയുന്നത്, സഞ്ജു സാംസൺ. നിനക്കത് ഇഷ്ടമല്ലെങ്കിൽ നീ മിണ്ടായിരിക്കുക. ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയാണ് ഈ പോസ്റ്റ് വരുന്നത്. നീ എന്തിനാ അതിനകത്ത് ചെവി കൊടുക്കുന്നത്? ബാക്കിയാക്കാം അവൻ്റെ തോന്നിവാസം. സഞ്ജു സാംസൺ ഇന്ത്യയുടെ രക്ഷകൻ, എന്ത് മയിലാണോ ഇതൊക്കെ? എന്തോ ക്രിക്കറ്റ് കളിച്ചപ്പോ സെമിഫൈനലിൽ കുറച്ച് റൺസ് അടിച്ചു, അതിന് രക്ഷകനോ? ആരുടെ രക്ഷകൻ? എനിക്കൊന്നും അറിയത്തൂല. രക്ഷകൻ, ഇന്ത്യയുടെ രക്ഷകൻ. കുറെ കൂറ ക്രിക്കറ്റ് കളി കണ്ടോണ്ടിരിക്കുന്ന നായന്മാർക്ക് ഇത്ര വലിയ ഇതായിരിക്കും, അല്ലാതെ ആർക്കും ഇത് ഇത്ര വലിയ കാര്യമായിട്ട് എടുക്കാൻ പറ്റുന്നത്? സഞ്ജുവിനെ കളിപ്പിക്കാന്ന് പറഞ്ഞ് കളിപ്പിക്കുന്നില്ല, അത് പറഞ്ഞ് കളിപ്പിക്കുക. അങ്ങനെ കളിപ്പിക്കാന്ന് പറഞ്ഞ് കളിപ്പിച്ചോണ്ടിരിക്കണോ പാവത്തിന്? അപ്പൊ ഇന്നിപ്പോ ഈ ലാസ്റ്റ് കളിയിൽ കളിച്ചു, അതിന്റെ ഒരു സന്തോഷം. ഇന്ത്യയുടെ രക്ഷകൻ എന്ന് പറയുന്നത് നമ്മുടെ അതിവിടെ അറിയാൻ പാടില്ലേ? മറ്റേ ഇവിടെ ആർക്കെങ്കിലും ഇവന്റെ കൂടെ കുറെ ആൾക്കാർ എന്നിട്ട് ഏതാണ്ടൊക്കെ പറയുന്നുണ്ട്. യവന്മാരേതാ അതാ എനിക്കറിയാൻ വയ്യാത്ത. യവനേതാ? എൻ്റെ പൊന്ന് ചെകുത്താൻ മോനെ, നിനക്ക് അറിഞ്ഞുകൂടാങ്കിൽ ഒരു കാര്യം പറയാം. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഏതൊരു മേഖലയിൽ, അത് കായികമാണെങ്കിലും കലയാണെങ്കിലും അതല്ല ഇനിയിപ്പം യുദ്ധമുഖത്താണെങ്കിലും ഏതൊരു മേഖലയിലുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. ഒരു യുദ്ധം വന്ന് അങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ എന്തെടുക്കും? ഇന്ത്യയെ സപ്പോർട്ട് ചെയ്ത്, ഇന്ത്യൻ മിലിറ്ററി സപ്പോർട്ട് ചെയ്ത് അവർക്ക് നമ്മളാ കഴിയുന്ന ഊർജ്ജം കൊടുത്ത് മുമ്പോട്ട് കൊണ്ടുപോകും. അതുപോലെ കലാപരമായുള്ള ആവശ്യങ്ങൾ, ഇപ്പോൾ ഒരു ഓസ്കാർ നോമിനേഷനിൽ ഒരു ഇന്ത്യൻ പടം വരികയോ അല്ലെങ്കിൽ മലയാളം പടം വരികയോ മലയാളം ആക്ടർ വരികയാണെങ്കിൽ നമുക്ക് അഭിമാനമാണ്. നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യും, മാക്സിമം സപ്പോർട്ട് ചെയ്യും, നമ്മൾ അവരോടുള്ള സ്നേഹങ്ങൾ പങ്കുവെക്കും. അതേപോലെ കായിക മേഖലയിൽ അത് ഏത് സ്പോർട്സ് ആണെങ്കിലും, ഫുട്ബോൾ ആയാലും ക്രിക്കറ്റ് ആയാലും ഹോക്കി ആയാലും ഈവൻ ബാഡ്മിൻ്റൺ ആയാലും അതല്ല ഏത് കായിക ഇനമാണെങ്കിലും അതിൽ ഇന്ത്യ വേറൊരു രാജ്യവുമായി ഏറ്റുമുട്ടുമ്പം ആ വ്യക്തി പ്രതിനിധാനം ചെയ്യുന്നത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു മഹാരാജ്യത്തെയാണ്. ഇപ്പം ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഇപ്പം പ്രതിനിധാനം ചെയ്തത് ഇന്ത്യ എന്ന രാജ്യത്തെയാണ്. അതുപോലെ ഓരോ വ്യക്തികളായിരിക്കാം ഒരു സമയത്ത് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരു ടീമായിരിക്കാം ഇന്ത്യയെ പ്രതിനിധീകരിച്ചിരിക്കുന്നത്. അവർ ഏതെങ്കിലും ഒരു മാച്ചിലോ അല്ലെങ്കിൽ ഒരു മത്സരത്തിലോ ഏതെങ്കിലും കളിയിലോ ഒരു വിജയം നേടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്കാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്നും അഭിമാനമാണ്. നമ്മുടെ നാട്ടിൽ നിന്നും പോയ മലയാളിയായ ഒരു പയ്യൻ, ആ ഒരു പയ്യൻ ഇന്ത്യ സെമിയിലെത്തിക്കുന്നു, സെമിയിൽ നിന്ന് ഫൈനലിലെത്തിക്കുന്നു, ഫൈനലിൽ കളിച്ച് കപ്പ് നേടാൻ സഹായിക്കുന്നു. അണ്ടർ ക്രിക്കറ്റ് എന്ന ഫാസ്റ്റ് കളിക്കാൻ ഇറങ്ങുമ്പോൾ നല്ല രീതിയിൽ ബോളർ ചെയ്യുന്ന ഒരു ബോളർ വന്നു കഴിഞ്ഞാൽ ഒരു ബാറ്റ്സ്മാൻ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് നിനക്ക് കളിക്കാത്തതുകൊണ്ട് അറിഞ്ഞുകൂടായിരിക്കും. ക്രിക്കറ്റിനെ പ്രേമിക്കുന്ന എന്നെ പോലുള്ള ആയിരക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് ആൾക്കാർക്ക് അറിയാം. അപ്പം ഇത്രയും വലിയ ഒരു രാജ്യത്തിനെതിരെ കളിക്കുമ്പോൾ അവരുടെ ലോകോത്തര ബൗളർമാർക്കെതിരെ ഇത്രയും റൺസ് അടിച്ച് നേടുക എന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, നീ ഈ ഫോൺ എടുത്ത് വെച്ചിട്ട് കണാ ഗുണ എന്ന് പറയുന്നത് പോലല്ല. ബാക്കിയോടെ കേൾക്കാം അവൻ്റെ ചിലപ്പോൾ നമുക്ക്. മലയാളികൾ ആരെങ്കിലും അതെല്ലായിടത്തും ഉണ്ടെന്ന് തോന്നുന്നു, പ്രത്യേകിച്ച് ഇന്ത്യയിൽ. ഇപ്പോ അമേരിക്കയിലെ ഏതോ ഒരു ഇന്ത്യൻ വംശജൻ ഇലക്ഷൻ വെക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇന്ത്യക്കാരൻ അവിടെ ഇലക്ഷൻ വെക്കുന്നു എന്ന് പറയുന്ന സാധനം കൂടെ പൊക്കിയടിക്കും. ഇന്ത്യൻ വംശജൻ കേരള ഇതിനകത്ത് രാവിലെ കാണുന്നുണ്ട്. സഞ്ജു ഇങ്ങനെ മുട്ട വയ്ക്കുന്നു, പൊലിഞ്ഞിരിക്കുന്നു, തലയും കുത്തിയിരിക്കുന്നു. അതിന് ഞാൻ എന്നാ വേണം എനിക്ക് മനസ്സിലാവുന്നില്ല. ഇന്ത്യയുടെ രക്ഷകനാണ്. ക്രിക്കറ്റ് കളിക്കാർക്ക് വലിയ സംഭവമൊക്കെ ആയിരിക്കും, ക്രിക്കറ്റ് കാണുന്നവർക്കും വലിയ സംഭവമായിരിക്കും, അല്ലാതെ ബാക്കിയുള്ളവർക്ക് എന്ത് രക്ഷകൻ? യവനും യവന്റെ ആ പറയുന്ന കൂട്ടുകാരെല്ലാം കൂടെ ക്രിക്കറ്റ് കളി കാണാത്തതുകൊണ്ട് ഇപ്പം എന്തോടുത്തെന്നറിയാവോ, ഇന്ത്യയിലും കേരളത്തിലും എല്ലാം ഈ കളി അങ്ങ് നിന്ന് ഇപ്പം ആരും കാണുന്നില്ല. അവർ 2004 കളി കാണൽ നിർത്തിയതാണ്. നീ കാണണ്ടടാ, നീ കണ്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് എന്താ?
യവൻ എവിടെ നിന്ന് വരുന്നത്? യവനേതാ ഇപ്പം? അതാണ് എനിക്കറിയാൻ വയ്യാട്ടെ. യവനേതാ? ചെകുത്താനെന്നൊരു പേര് ഇട്ടിട്ട് അവന് റീച്ചിന് വേണ്ടി എന്തായാലും തോന്നിവാസങ്ങൾ വന്നിരുന്ന് വിളിച്ച് പറയുക. എങ്കിലും ഇത് കാണുമ്പോൾ നമ്മൾ പ്രതികരിക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ. അതുമല്ലാണ്ട് സെമി ഫൈനൽ ജയിച്ചത് വലിയ കാര്യമായി പോയി. 2004 ക്രിക്കറ്റ് കളിയാണല്ലോ നിർത്തിയത്. അയ്യേ, അത് തന്നെ. ഞാൻ അതിന് മുന്നേ നിർത്തിയതാ ക്രിക്കറ്റൊക്കെ. അതോടെ ആർക്ക് കാണണം ഒരു തോലിഞ്ഞ കളി? അതിനകത്തിരുന്നോണ്ട് ഏതോ ഒരുത്തൻ റൺസ് അടിച്ചെന്ന് പറഞ്ഞിട്ട് ഇവിടെ മലയാളികൾ മുഖ്യമന്ത്രിയൊക്കെ അങ്ങ് അഭിനന്ദിച്ചു. ഇന്ത്യക്ക് വേണ്ടി ഇനിയും ചെയ്യുമോ? ഇന്ത്യക്ക് വേണ്ടി എന്ത് തോന്നി തന്നെ മുഖ്യമന്ത്രി മോഹൻലാലിനെ വരെ അഭിനന്ദിച്ചു. അതെ, മുഖ്യമന്ത്രി മോഹൻലാലിനോട് ഇരുന്നപ്പോ പിന്നെ സഞ്ജു സാംസൺ അഭിനന്ദിക്കാതിരിക്കേണ്ട കാര്യമാണ്. ഏതോ ക്രിക്കറ്റ് കളിച്ചവനൊക്കെ റൺസ് അടിച്ചെന്ന് പറഞ്ഞു. മുഖ്യമന്ത്രി എന്തിനാണ് ഇന്ത്യക്ക് വേണ്ടി ഇനിയും ചെയ്യട്ടെ? മുഖ്യമന്ത്രിയുടെ ചോദിക്കുകയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ അവൻ വീട്ടിൽ കിടന്ന് ഉറങ്ങുമായിരിക്കും. ഇനി കഞ്ചാവും കള്ളവും ഒക്കെ അടിച്ചുകൊണ്ട് കിടന്ന് ഉറങ്ങി അവൻ്റെ ലോകത്ത് അവൻ പൊട്ടക്കിണറ്റിലെ തവളയായിട്ട് കിടക്കുക. ലോകത്ത് കിടക്കുന്ന അല്ലെങ്കിൽ കേരളത്തിൽ കിടക്കുന്ന ഒന്നും അറിഞ്ഞുകൂടാ. അവരൊരു കാര്യങ്ങളും അറിഞ്ഞുകൂടാ, ഒന്നും അറിയുന്നുമില്ല, കേൾക്കുന്നുമില്ല. അവനാകെപ്പാട് അറിയാവുന്നത് ഫോൺ ഓണാക്കി വെച്ചിട്ട് ഇങ്ങനെ വിടുവായിത്തരം പറയാനും മാത്രമേ ഉള്ളൂ. മുഖ്യമന്ത്രി അഭിനന്ദിച്ചെന്ന്. എടാ, മുഖ്യമന്ത്രി കഴിവുള്ള ഒരു കളിക്കാരനെ അഭിനന്ദിച്ചത്. മുഖ്യമന്ത്രി ഇന്റർവ്യൂ ചെയ്ത പിന്നെ കഴിവുള്ള ഒരു അഭിനേതാവാ. നിനക്ക് ഇതൊന്നും ഇല്ലാത്തതിൻ്റെ അസൂയുണ്ടാണ് നീ വായി തോന്നുന്ന തോന്നിവാസങ്ങൾ വിളിച്ചു പറയുന്നത്. ചെകുത്താൻ പോലും അവൻ എവിടുന്ന് വരുന്നവനാ അവൻ? മരവാഴ. ഇത് മുഖ്യമന്ത്രിക്ക് ഒരു ശിക്ഷാ നടപടിയായിരുന്നു തോന്നുന്നു. അല്ല, എന്നാലേ പാടിയോന്നുണ്ട്. പാടിയോ? ശരിക്കും പാടിയോ? കേരളം അങ്ങനെ പാടിയോ? കേരളം ലാലേട്ടൻ പാടില്ല. ഒന്നും കാണാൻ പറ്റില്ല. നന്നായിട്ട് പാടുമല്ലോ. പാടിയോ? നടക്കുന്നത് ഇവിടേക്ക് ഇത്ര അധപ്പതിച്ച ഒരു അവസ്ഥ കേരളത്തിൽ. പിണറായി തിരിച്ച് പാടുന്നു. പാടല്ല, എന്തോ പറയുന്നു. പാട്ട് പറയുമോ? ശ്ലോകം പോലൊരു സാധനം. അതിന്റെ പുള്ളി അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുത്തു. നിങ്ങൾക്ക് പിണറായി അതിലും വലിയ ആളാ. പിണറായിയോട് മോഹൻലാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ളതെന്ന് പറഞ്ഞിട്ടേ മോഹൻലാലോ അതിന്റെ അർത്ഥം പറയാ. സംസ്കൃതത്തിൽ എന്തോ പറഞ്ഞിട്ട് അതിന്റെ അർത്ഥം പറയുകയാണ്. നമ്മുടെ കയ്യിൽ ഇങ്ങനെ പായസം ഇരിക്കുമ്പോ ഈ കൈയുടെ ഇവിടെ പറ്റിയ പായസം ഇങ്ങനെ നക്കാൻ വേണ്ടി ഇത് തിരിച്ചു കഴിഞ്ഞാൽ അതാണ് അതിന്റെ കണ്ടന്റ്. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് പറയുന്നത്. മനസ്സിലാവുണ്ടോ? അപ്പൊ ഈ പുറത്ത് കിടന്ന് നക്കണ്ട, നിങ്ങളുടെ ഉള്ളിലാണ് ദൈവം എന്നുള്ള കൺസെപ്റ്റാണ് പുള്ളി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് മോഹൻലാലിന് മനസ്സിലായില്ല. അതുകൊണ്ട് എന്ത് ദൈവം, എന്ത് പായസം, തീട്ടം കൈ വെച്ചാലും അതങ്ങനെ ചെയ്യാൻ പാടില്ല. ശരിയാ. അപ്പൊ എന്താണേലും ഇമാതിരി ഊളത്തരമൊക്കെ പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിൽ കിടന്നുകൊണ്ട് കുറെ എണ്ണം കിടന്ന് മെഴുകുന്നു. ഇന്ത്യയുടെ രക്ഷകനാണ് പോലും. ആർക്കാടാ ഇതൊക്കെ? ആകപ്പാടൊരു കളി ഏണ്ട് ഒരുത്തനൊന്നിച്ച് റൺസ് അടിച്ചതിന്. അത് കോമഡി എന്നാ വെച്ചാൽ ഇന്ത്യക്കാരായ എല്ലായിടത്തും കളിക്കുന്നത്. അമേരിക്കയിൽ ഇന്ത്യക്കാരൻ, ഓസ്ട്രേലിയയിൽ ഇന്ത്യക്കാരൻ, സിംബാബ്വേയിൽ ഇന്ത്യക്കാരൻ, പാകിസ്ഥാനിൽ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ഇന്ത്യക്കാർ കളിക്കുന്നത്. സൗത്ത് അഫ്രിക്ക അത് തന്നെ, അവിടെ ഇന്ത്യക്കാരൻ, ന്യൂസിലാൻഡ് ഇന്ത്യക്കാരനൊക്കെ കളിക്കുന്നത്. ഇന്ത്യക്കാർ മാത്രമേ ഉള്ളൂ ഇത് കളിക്കാൻ കാണാനും ഉള്ളൂ. എന്നിട്ട് കിടന്ന് വലിയ മത്സരം സെറ്റ് ചെയ്യുക. ഇവിടെ കുറെ പൊട്ടന്മാരിരുന്ന് അതും കണ്ടിട്ട് പണ്ട് വലിയ കളി കണ്ട പോലെ. ആർക്കും വേണ്ടാത്ത ഗെയിമാടേ ഈ രാവിലെ വൈകിട്ട്. യവൻ ഈ കളി ഒന്നും കാണുന്നില്ലെന്ന് പറഞ്ഞിട്ട് യവൻ എല്ലാ ടീമിലും കളിക്കുന്നവരെ അറിയാലോ, ഏതൊക്കെ ടീമുകൾ കളിക്കുന്നുണ്ടെന്ന് അറിയാലോ. പിന്നെ അങ്ങനെ ഈ കാണാത്തൊരുത്തർ എങ്ങനെ ഇതൊക്കെ അറിയുന്നത്? മരവാഴ ഇപ്പം T20 കളിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾ എത്ര രാജ്യങ്ങളുണ്ടെന്ന് അറിയാവോ? ക്രിക്കറ്റ് എന്ന് പറയുന്നത് ഫുട്ബോളിൻ്റെ അത്രയും ഇല്ലെങ്കിൽ തന്നെയും ഇപ്പോൾ ഒരുപാട് ടീമുകൾ വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഈ വേൾഡ് കപ്പിൽ തന്നെ എത്രയോ ടീമുകളുണ്ടായിരുന്നു. സ്കോട്ട്ലൻഡ്, നമീബിയ പോലുള്ള, അയർലൻഡ് പോലുള്ള, പിന്നെ നേപ്പാൾ എന്നൊക്കെ പറയുന്നത് പോലെ ഒരുപാട് ടീമുകൾ ഇപ്പോൾ ക്രിക്കറ്റിലേക്ക് കടന്നു വരുന്നുണ്ട്. നിനക്ക് ഏത് സ്പോർട്സാണ് പിന്നെ ഇഷ്ടമുള്ളത്? യവനെന്ന് പറയുന്നുണ്ടല്ലോ, യവൻ സത്യം പറഞ്ഞാൽ യവനെ എതിരെ ഇത് പറയേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഇത് കണ്ട സ്ഥിതിക്കൊന്ന് പറഞ്ഞേക്കാന്ന് വിചാരിച്ച്. കാര്യം യവൻ്റെ ഉപചാര വിരുദ്ധങ്ങൾ കണ്ടില്ലോ പുറത്തിരുന്ന് കമൻറ്റ് പറയുന്ന. യവന്മാരെല്ലാവരും പൊട്ടക്കിണറ്റി കിടക്കുന്ന തവളകളാണ്. അവന്മാരെന്തോ പറയുന്നത് തന്നെ അറിഞ്ഞൂടാ. പിന്നെ അവന്മാരൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. യവനൊക്കെ പോയി വല്ല പാടത്തും പോയി കൊക്കിന് വന്നിരിക്കുന്ന മറ്റേ നോക്കൂത്തിയായിട്ട് ഇരിക്കാൻ കൊള്ളാം. അങ്ങനെ പോയിരിക്കും നീയൊക്കെ. അതേ നിനക്കൊക്കെ പറ്റത്തുള്ളൂ. എടാ, നീയൊക്കെ ഈ കടന്ന് പറയുന്നത് നിനക്കൊക്കെ ഫുട്ബോൾ ആയാലും ക്രിക്കറ്റ് ആയാലും ഗ്രൗണ്ടിൽ ഇറങ്ങി ഒരു ബോൾ ഒന്ന് ഫേസ് ചെയ്യാൻ നിനക്ക് പറ്റുമോ? പറ്റത്തില്ല. അത് അന്നേരം പറയുമോ എനിക്ക് ക്രിക്കറ്റ് ഇഷ്ടമല്ലെന്ന്. ക്രിക്കറ്റ് ഇഷ്ടമല്ലാതെ നീ അത് കാണണ്ട. ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഇടുന്ന പോസ്റ്റാ. നീ എന്തിനാ ഈ വല്ലവർക്കും വെച്ചേക്കുന്നത് വാങ്ങാൻ വേണ്ടി കൈ നീട്ടുന്നത്? നീ നിന്റെ കാര്യം നോക്കി പോടാ ചെകുത്താനെ. എന്തായാലും ഈ വീഡിയോ കണ്ടപ്പോൾ ഒന്ന് പ്രതികരിക്കണമെന്ന് തോന്നി. അങ്ങനെ ഉണ്ടോന്ന് കൂട്ടുകാരെ. അപ്പം ഇതുവരെ കണ്ടതും കിട്ടതുമായ എല്ലാവർക്കും നന്ദി. വേറൊരു വീഡിയോ ടോപ്പിക്ക് നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ. നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. താങ്ക്